ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങളുള്ളത് അടിമാലിയിൽ തന്നെയാണ്. ഇന്നും പറമ്പിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ പിള്ളേർ അവിടെ എന്തോ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കളിവീട്, അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ അച്ഛൻ പറമ്പിൽ നിന്ന് കുറച്ച് മഞ്ഞളും മധുരക്കിഴങ്ങും ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്, മധുരക്കാണച്ചേമ്പ്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയി അത് കണ്ടിട്ട് വരാം. 2 ദിവസത്തെ പണിയാണ്. പറമ്പ് മൊത്തം ഒന്ന് വൃത്തിയാക്കി, മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി, അച്ഛനെ ഞാനും കൂടി വൃത്തിയാക്കി. ഇപ്പം വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് ഏലമാണ്, ഏലക്ക ഉണ്ടാകുന്നത്, ഏലച്ചെടി. വാഴ കന്ന് മേടിച്ച് നട്ടിട്ടുണ്ട്. മുകളിലോട്ട് നിൽക്കുന്ന റംബൂട്ടാനാണ്, റംബൂട്ടാൻ. ഇത് ലക്ഷ്മി തരു. കഴിഞ്ഞ തവണ റംബൂട്ടാൻ പറിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പം മൊത്തം നിലത്ത് വീണ് ഇതായിട്ട് നിൽക്കണം. എല്ലാം റംബൂട്ടാൻ്റെ തൈകളാണ്. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി കാണണം. ഇവിടെ വൃത്തിയാക്കാനുണ്ട് ഈ സ്ഥലം. തൈകൾ മാറ്റി നട്ടിട്ട് വേണം അതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ. എല്ലാം മുകളിലോട്ട് പൊങ്ങിപ്പോവാണ്. അപ്പം റംബൂട്ടാൻ മുകളിലാണ് ഇത്തവണ കായ്ച്ചത്. അപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട്, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറ്റിയില്ല. എല്ലാം ഈ കിളികളൊക്കെ തിന്നുപോയി, നിലത്ത് വീണ്. ഇതൊക്കെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ. ഇത് വയണയില. ഇത് അട ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് അട. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി ഒന്ന് കാണണം. ഇത് വലിയ മരമാണ്, വയണയിലയുടെ വലിയ മരം. പ്ലാവിൽ ചക്കയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. മുകളിലോട്ടുണ്ട് ചക്ക. കുരുമുളക് കായ്ച്ച് കിടക്കുന്നുണ്ട്. ഇനി പറിച്ചെടുക്കണം. കുരുമുളക് കുറച്ച് പറിക്കാനുണ്ട്. ഈ മുന്നിൽ നിൽക്കുന്ന മരമാണ് മഹാഗണി. ഒറ്റത്തടിയായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടിയാണ്. ഇത് പശുവിന് കൊടുക്കുന്നൊരു പുല്ലാണ്. കിള്ളികുളം എന്നാണ് പേര്. ചാലക്കുടി സൈഡ് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് അച്ഛൻ. നല്ല പോലെ വളരും, നല്ല കരിമ്പ് പോലെ ഇരിക്കും. ഇത് കുറേ ആയപ്പോൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. ഇതാ പുല്ല് വെട്ടിയിട്ടേക്കുന്നതാണ്. ഇത് ഒരു കടയിൽ തന്നെ ഏകദേശം ഒരു 10 കിലോളം പുല്ലൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് വിത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പം ഇവിടെ ഇപ്പോൾ പശുവൊന്നുമില്ല. അപ്പം ആവശ്യക്കാർക്ക് ഇതിന് പുല്ലിൻ്റെ വിത്ത് കൊടുക്കാറുമുണ്ട്. ഇതിപ്പോൾ കൂടുതലായതുകൊണ്ട് വെട്ടി ഇട്ടേക്കുന്നതാണ്. ഇതിൻ്റെ തണ്ടാണ് മുറിച്ച് കിടന്നത്. തണ്ട് മുറിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. നല്ല വലിയ പുല്ലാണ്. നല്ലൊരു ഇനം പുല്ലാണിത്. ഇത് സപ്പോട്ട ചെടിയാണ്. അതിനടുത്ത് നിൽക്കുന്നത് റംബൂട്ടാനാണ്. ഇത് നമ്മൾ മേടിച്ച ഒട്ട് തൈയാണ്. മേടിച്ച നട്ടാണ്. കിങ് വർഗത്തിൽപ്പെട്ടാണ്. ഇത് കൂവക്കിഴങ്ങാണ്. പറിച്ചു വെച്ചേക്കുന്നതാണ്. കടച്ചക്ക ഉണ്ടാകുന്ന മരമാണിത്. കറി വയ്ക്കുന്ന ചക്ക, കടച്ചക്ക. ഇതിനടുത്ത് തന്നെ നിൽക്കുന്ന കുടംപുളിയുടെ മരമാണ്. പൂത്തിട്ടുണ്ട് മുകളിൽ. തവണ കായിടുമായിരിക്കും. ഇത് കഴിഞ്ഞ വർഷം കായിട്ടിട്ടില്ല. ഇത്തവണ കായിടുന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടുമാങ്ങയുടെ മരമാണ്. നാട്ടുമാങ്ങ ഈ കറിയൊക്കെ വെക്കുന്ന മാങ്ങയാണ്.
മാമ്പഴക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. കുഞ്ഞു മാങ്ങയായിരിക്കും, പഴുത്ത് കഴിഞ്ഞാൽ നല്ല മാങ്ങയാണ്. ഇവിടെ പിന്നെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വെള്ളത്തിന് ഈ കിണറിന് അധികം താഴ്ചയൊന്നുമില്ല. ഇവിടെ പണ്ട് മുതലേ നല്ല പോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ നല്ല ശുദ്ധമായ വെള്ളമാണ്, തണുത്ത വെള്ളമാണ്. അടിമാലി ആകുമ്പം ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ. ഒന്നാമത് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലൊരു സ്ഥലമാണ്. വീട്ടാവശ്യത്തിനായിട്ടുള്ള കപ്പ നട്ടു പിടിപ്പിച്ചേക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇച്ചിരി എലിയുടെ ശല്യമുണ്ട്. അപ്പോൾ കപ്പയൊക്കെ നമ്മൾ നോക്കാൻ അല്പം വൈകി കഴിഞ്ഞാൽ എലി വന്നങ്ങ് തിന്നിട്ട് പോകും. ഇതൊക്കെ ഇപ്പോൾ എലി തിന്നിട്ടേക്കുന്നുണ്ട്. പറിച്ചു, കപ്പ പറിച്ചു. ഇതൊക്കെ എലി അടിയിൽ നിന്ന് വന്ന് തിന്നിട്ട് പോകുന്നതാണ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും കപ്പ നല്ല കപ്പ പോലെ ഇരിക്കും, പക്ഷെ അടിയിൽ മൊത്തം തിന്നിട്ട് പോയിട്ടുണ്ടാവും. അടിയിൽ കൂടി വന്ന് മൊത്തം കഴിച്ചിട്ട് പോവാണ്. പിന്നെ ആവശ്യത്തിനുള്ള കപ്പ കിട്ടി, കുഴപ്പമില്ല. ബാക്കി ഇത് കപ്പകൾ ഇതിപ്പം ഞങ്ങൾ വരുന്നതുകൊണ്ട് അച്ഛൻ 2-3 മൂട് നിർത്തിയിരുന്നതാണ്. അപ്പം അതൊക്കെ അങ്ങ് പറിച്ചെടുത്തു. ഇനി ബാക്കി സ്ഥലത്ത് തൈ നട്ടു. അതിൻ്റെ തണ്ടൊടിച്ച് നട്ടിട്ടുണ്ട് ഞാൻ അടുത്ത ഇതിന് വേണ്ടി. പിന്നെ ഇപ്പോൾ നമ്മൾ പ്ലാൻ ഇടുന്നത് ഇവിടെ മൊത്തത്തിൽ മഞ്ഞൾ നടാനാണ് പ്ലാൻ ഇടുന്നത്. മഞ്ഞളാകുമ്പം എലിശല്യമൊന്നും വലിയ കാര്യമായിട്ടുണ്ടാവില്ല. പിന്നെ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടുമല്ലോ. അധികം ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല വെളിയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയൊന്നും. നമ്മൾ വീട്ടിൽ തന്നെ കഴുകി പുഴുങ്ങി ഉണക്കി എടുക്കുന്ന ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അതിലധികം നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഇപ്പം എന്ത് സാധനമെന്ന് പറഞ്ഞാലും നമ്മളത് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തന്നെ ഒരു വേറെ ആയിരിക്കും. അപ്പം അങ്ങനൊരു പ്ലാനുണ്ട്. ഇവിടെ മൊത്തം മഞ്ഞളും നട്ടെടുക്കണം. പിന്നെ കുറച്ചൊക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ, ആവശ്യക്കാർക്ക് വെളിയിൽ കൊടുക്കുകയും ചെയ്യാം. നല്ല മഞ്ഞളാകുമ്പം ആവശ്യക്കാരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് താഴെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കപ്പയാണ്. ഇത് പുഴുങ്ങാൻ വേണ്ടി മേടിച്ചുകൊണ്ട് കാണാം. കുറച്ച് ഇഞ്ചിയുണ്ട്. പിന്നെ ആ ഇരിക്കുന്നതാണ് കാനച്ചേമ്പ്. നല്ല മധുരമുള്ളതാണ് കാനച്ചേമ്പ്. ഇതിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കാനുള്ള സാധനമാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. പിന്നെ ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ. ഇഞ്ചി പറിക്കുന്നതിനിടയിൽ ഇരുന്നാണ്. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്. ഇത് മഞ്ഞളാണ്. കഴുകി പുഴുങ്ങാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് പുഴുങ്ങണം, എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാനായിട്ട്. ഇത് പുഴുങ്ങി ഉണക്കി പൊടിച്ച് മഞ്ഞൾപ്പൊടിയാക്കി എടുക്കും. വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അച്ഛൻ തന്നെ നട്ടു വളർത്തുന്ന മഞ്ഞളിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനം മാത്രമേ നമ്മൾ നട്ടു വളർത്തുന്നുള്ളൂ. ഇത് കാച്ചിലാണ്, വെള്ളക്കാച്ചിലാണ്. കാച്ചിൽ തന്നെ പല വിധമുണ്ടല്ലോ, വെള്ളക്കാച്ചിൽ, പിങ്ക്, മഞ്ഞ. അതിൽ വെള്ളയാണ് നല്ലതെന്ന് പറയുന്നത്. ഇത് വെള്ളയാണ്. മഞ്ഞൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുഴുങ്ങി കഴിയാറായി. മഞ്ഞൾ പുഴുകിയ ശേഷം ഇപ്പം മുറിച്ച് ഉണക്കാനിട്ടേക്കാണ്. ഇതൊരു 3-4 ദിവസം വേണം ഉണങ്ങി കിട്ടാൻ. അതിനുശേഷമാണ് ഇത് പൊടിക്കാൻ കൊടുക്കുന്നത്. ജാതിക്കയൊക്കെ പറിച്ചു. ഇനി കുറച്ചുകൂടി ഉണ്ട് പറിക്കാനായിട്ട്. നേരത്തെ ഞാൻ കാണിച്ച റംബൂട്ടാൻ മരമാണ് ഈ നിൽക്കുന്നത്. അച്ഛൻ താഴെ പണിയിലാണ്. ഇത് ഫാഷൻ ഫ്രൂട്ട്. ഇതൊന്ന് മുറിച്ച് സെറ്റാക്കണം. ഇത് ഒത്തിരി അങ്ങ് മുകളിലോട്ട് പടർന്നുപോയി. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് താഴെ ഒരു വലയൊക്കെ കെട്ടി അതിലേക്ക് പടർത്തി വിടണം. ഇപ്പം അച്ഛൻ മൊത്തം പറമ്പ് മുഴുവൻ
ഫാഷൻ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. നല്ലൊരു ഫ്രൂട്ടാണല്ലോ, പല പല മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണത്. അതുകൊണ്ട് പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ യെല്ലോ, പിന്നൊരു സ്വല്പം പിങ്ക് കളർ വരുന്നുണ്ട്, പിന്നൊരു റെഡിഷ് ഒരു ഇത് കളർ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഒരു ടേസ്റ്റ് ഉള്ളത്. അതിന് നല്ല മണവും നല്ല ഒരു പ്രത്യേക രുചിയൊക്കെ ഉണ്ട്. നമുക്ക് താഴെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. താഴെ ഇവിടെ ഒരു ആറിലോട്ട് പോകുന്ന വഴിയുണ്ട്, ദേവിയാറ്. അങ്ങോട്ട് വന്നൊരു വഴിയുണ്ട്, അത് നമുക്കൊന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം അവിടെ മൊത്തം മൺപാതയായിരുന്നു. കുറച്ച് സ്ഥലം വരെ സിമെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല പഞ്ചായത്തൊക്കെ നല്ല ഇത് രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. റോഡൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് കാനച്ചേമ്പ്, മധുരച്ചേമ്പെന്നും പറയും. ഇതിൻ്റെ കായാണ് ഞാൻ കാണിച്ചു തന്നത്. നല്ല മധുരമുള്ളതാണ്. ഇതിൻ്റെ കിഴങ്ങ് അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. അച്ഛൻ പറമ്പില. എന്താ? മോട്ടർ നിർത്താം. അതെ, ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. ഇവിടെ താഴത്ത് അവിടേക്ക് ഒന്നൊക്കെ നടന്നിട്ട് പിടിച്ചിട്ട്. ഓക്കെ, വരുന്നുണ്ടെങ്കിൽ വാ, വേഗം വാ, വേഗം ചെരുപ്പിട്ടുണ്ടോ. മാസ്ക് എടുത്തിട്ട് വാ. ഇവിടെ കുറച്ച് സ്ഥലം കൂടി തന്നെ ഉണ്ട്. ഫുള്ളില്ല, ഒരു കുറച്ച് അല്ലേ. വെളിച്ചം കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്ത് ഒഴിക്കാം. ഇത് നേരെ താഴത്തോട്ട് വന്നിട്ട് ആറ്റിൻ്റെ അവിടെ എത്തുന്നല്ലേ. നേരെ മല. അവിടെ അതിന് മുകളിലും വീടുകളൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു വേണം, തെന്നി വീഴല്ലേ. നേരെ സ്പീഡിൽ ചെന്ന് കഴിഞ്ഞാൽ പുഴയിലോട്ട് വീഴാം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലെ വേസ്റ്റുകൾ വന്ന് മരത്തിൽ തടഞ്ഞു നിൽക്കുന്ന ദേവിയാറ്. അപ്പം മണലെടുത്ത് ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. ഇതിനപ്പുറത്തൂടെയാണ് NH49 പോകുന്നത്. അങ്ങനെ നല്ല പൂവാണ്, ബ്ലൂ കളർ അല്ലേ. ഓടരുത്, കൊറേ പൂച്ചകളല്ലേ. ഇത്രയും ഇതേ നോക്കിയടാ, തേൻ പൂവ്. പലതരം പൂക്കളാണ് വഴിയിൽ മൊത്തം. കൊള്ളാലോ, മോതിരം പോലെ ഉണ്ടല്ലോ. നല്ല വ്യൂ ആണ്.
കുറവല്ലേ? വെള്ളത്തിന് ഒഴുക്കില്ല, ചെറിയൊരു ഒഴുക്കേ ഉള്ളൂ. അവിടെ എങ്ങോട്ട് പോകാനാ? ഇപ്പുറത്തേക്ക് കിടക്കാം. ഈറ്റ പണ്ട് മുറമൊക്കെ നെയ്യാനും ഒക്കെ എടുത്തിരുന്ന പരമ്പ് ഒക്കെ നെയ്തുണ്ടാക്കിയിരുന്ന ഈറ്റ ഉണ്ട്. ആ അതുവഴി വരാം. നല്ല വ്യൂ ആണ്. പുഴയിലോട്ടൊരു പാലം പോലൊരു തെങ്ങ് അല്ലേ? ഏതാണ്ടല്ലേ? അങ്ങോട്ട് നോക്കി. കയ്യിലൊക്കെ മഞ്ഞൾ ചെത്തിയിട്ട് മഞ്ഞളുടെ കറയാ. സ്ഥലത്തെ പാറ പൊട്ടിച്ച് വീട് പണിയാനുള്ള പാറക്കല്ല് ആവശ്യത്തിന് കിട്ടുന്നു. അടിമാലിക്കുള്ള ബസ് പോകുന്ന ഇവിടെ കഞ്ഞിയും കറിയും വച്ചിട്ടുണ്ട്. ഇത് കഞ്ഞി, ഫോണും ഉണ്ട്. ഫോണറിയില്ല, വേറെ ഫോൺ മറ്റേ ഫോണോടെ. ഇത് സ്റ്റാർട്ടിങ്ങില് നമ്മള് ചെമ്പരത്തി പൂ വച്ചേക്കുവാണ്. പിന്നെ ഇവിടെ മൊത്തം എല്ലാം വച്ചേക്കുവാണ് ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മണ്ണാവും. അയ്യോ വെള്ളാക്കി ഇന്നത്തെ സ്പെഷ്യൽ ഡിഷാണ് കഞ്ഞിയും പിന്നെ ചെമ്പരത്തി കറിയും. നല്ല ടേസ്റ്റാണ്, നിങ്ങളും കഴിക്കോ? ഇത് നമ്മൾ ഇന്ന് മിക്സ് ചെയ്യാൻ പോവാ. അത് അമ്മ ഉണ്ടാക്കി തന്ന സ്പൂൺ സ്പൂണാ ഇത്. ഇത് കഞ്ഞി, ഇത് ചെമ്പരത്തിയും പിന്നെ ഇല കഞ്ഞി, പിന്നെ ഇത്തിരി മണ്ണ്, പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോ മിക്സ് ആക്കിയപ്പോ ഇത് ഇങ്ങനത്തെ ആയി. ഇതില് പൗഡറും വെള്ളം ഇട്ടപ്പോ ഇത് കഞ്ഞിയായി. ഇതില് തൈരും ഉണ്ട്, തൈര്. ഞാൻ കുറച്ച് മണ്ണ് വെച്ചു, ശരിക്കും വെച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരെ ടാറ്റാ.